ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് റിലേഷൻസ് എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ എപ്പോഴാണ് ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക? എല്ലാ റിലേഷൻസും ഫംഗ്ഷൻസ് ആണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴാണ് ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയാം? സംഭവം ഇത്രയേ ഉള്ളൂ. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ റിലേഷനിൽ എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിലെ ഓരോ എലമെന്റ്സും ആയിട്ടാണ് റിലേഷൻ ഉള്ളതെങ്കിൽ ആ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണ്. അതായത് എയിലെ എല്ലാ എലമെന്റ്സിനും എവ്രി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് ഓൺലി വൺ ഇമേജ്, വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ സെറ്റ് ബിയിൽ. എയിലെ എല്ലാ ഇമേജസിനും എല്ലാ എലമെന്റ്സിനും ബിയിൽ ഒരൊറ്റ ഇമേജ് മാത്രം ഉണ്ടാവണം. എയിലെ എല്ലാ എലമെന്റ്സിനും സെറ്റ് ബിയിൽ ഒരൊറ്റ ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ഇതൊരു ഫംഗ്ഷൻ ആണോ അല്ലയോ? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാ, എല്ലാത്തിനും ഇമേജ് ഉണ്ടാവണം. പിന്നെന്താ, എല്ലാത്തിനും ഒരൊറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് പിന്ന് ക്യൂയിലേക്കാണ് ഫംഗ്ഷൻ റിലേഷൻ പോകുന്നത്. ആ ഫംഗ്ഷൻ ആണോന്നാണ് ചോദിക്കുന്നത്. 9 ഇമേജ് ഉണ്ട്, 4 ഇമേജ് ഉണ്ട്, 25 ഇമേജ് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ 9 രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് വൺ ആൻഡ് ഓൺലി വൺ ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇതെന്തല്ല? ഇത് ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? ഇവിടെ 9 രണ്ട് ഇമേജ് ഉണ്ട്, അതുപോലെ 4 രണ്ട് ഇമേജ് ഉണ്ട്, 25 രണ്ട് ഇമേജ് ഉണ്ട്. പാടില്ല. ഇവിടെ ഒരാൾക്ക് പോലും രണ്ട് ഇമേജ് ഉണ്ടാവാൻ പാടില്ല, ഒരൊറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. എക്സാമിൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ഗിവൺ ബിലോ and state in each case giving reasons whether it is a function or not. മൂന്നെണ്ണം ഉണ്ട്. മൂന്നെണ്ണത്തിൽ ഏതൊക്കെയാണ് ഫംഗ്ഷൻ അല്ലാത്തത്? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുക. ഫസ്റ്റ് വൺ നമുക്ക് സെറ്റ് തന്നിട്ടില്ല, സെറ്റ് എ ടു ബി, എയും ബിയും തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഓർഡേർഡ് പേഴ്സ് നോക്കിയിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, 2ന്റെ ഇമേജ് ആയിട്ട് 1 വരുന്നുണ്ട്, 3ന്റെ ഇമേജ് ആയിട്ട് 1 വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. 2ന്റെ ഇപ്പൊ ഫസ്റ്റ് സെറ്റ് എന്താ? ഫസ്റ്റ് സെറ്റിൽ 2, 3, 4 ഉണ്ടാവും അല്ലെ? 2, 3, 4. സെക്കൻഡ് സെറ്റിലോ സെക്കൻഡ് എലമെന്റ്സ് 1, 1, 2 അല്ലെ? 1, 1, 2. അപ്പോൾ 2 1ലേക്ക് പറയുമ്പോൾ 2 1ലേക്ക്, 3 1ലേക്ക് പറയുമ്പോൾ 3 1ലേക്ക്. ഓക്കെ, 1 റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. 1 റിപ്പീറ്റ് ചെയ്യണ്ട, ഒരു 1 ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ 3 1ലേക്ക് ഞാൻ എഴുതാം. എങ്ങനെ? 2 1 അല്ലേ? അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ 2, സെക്കൻഡ് സെറ്റിൽ 1. ഇനി 3 1 അല്ലേ? 3 സെക്കൻഡ് സെറ്റിൽ ഓൾറെഡി 1 ഉണ്ട്. ഇനി 4 2 അല്ലേ? 4 അപ്പുറത്ത് 2. അപ്പോൾ എങ്ങനെ വരിക? 2 1ലേക്ക് ഇങ്ങനെ എഴുതിടാം, ഇതിങ്ങനെ എഴുതിടാം. ഓക്കെ, 2 1ലേക്ക്, പിന്നെ 3 1ലേക്ക്, പിന്നെ 4 2ലേക്ക്. അവർ പറയുന്ന കണ്ടീഷൻസ് ഓക്കെ അല്ലേ? ഇവിടെ നോക്ക്, എല്ലാവർക്കും ഇമേജ് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. നോക്ക്, 4ന് ഒരു ഇമേജ് ഉള്ളൂ, 3ക്ക് ഒരു ഇമേജ് ഉള്ളൂ, 2ന് ഒരു ഇമേജ് ഉള്ളൂ. അത് റെഡിയാ. അപ്പോൾ അത് ഫംഗ്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ നോക്ക് ഈ സാധനം. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. 2 2 അല്ലേ? അപ്പോൾ 2ന്ന് 2ലേക്ക്, ഇനി 2ന്ന് 4ലേക്ക്. ഓക്കെ, 2ന്ന് 4ലേക്ക് ഉണ്ട്. പിന്നെ 3ന്ന് 3ലേക്ക്, 3 to 3. പിന്നെ 4ന്ന് 4ലേക്ക്, 4ൽ നിന്ന് 4 അപ്പുറത്താ അല്ലേ? അപ്പോൾ 4ലേക്ക്. ഓക്കെ, നോക്ക്, ഇതിങ്ങനെ, ഇതൊരു സെറ്റ്, ഇതടുത്ത സെറ്റ്. ഇത് നോക്കുന്ന സമയത്ത് 2ന് ഇമേജ് ഉണ്ട്, 3ക്ക് ഇമേജ് ഉണ്ട്, 4ന് ഇമേജ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2ന് 2 ഇമേജ് ഉണ്ട്. 2ന് 2 ഇമേജ് ആണ്, 2 ഇമേജ് ആയിട്ട് 4 വരുന്നുണ്ട്. 2ന് 2 ഇമേജ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് പോലും ഒന്ന് കൂടുതൽ ഇമേജ് വരാൻ പാടില്ല അല്ലേ? എല്ലാവർക്കും ഇമേജ് വേണം, പക്ഷേ എല്ലാവർക്കും ഒരു ഇമേജേ പാടുള്ളൂ. സോ ഇത് ഫംഗ്ഷൻ അല്ല. ദിസ് വൺ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇനി അടുത്തത് ഇത് 1 2. ഓക്കെ, 1 2, 1ന്ന് 2ലേക്ക്, 2 3, 2ന്ന് 3ലേക്ക്, 3ന്ന് 4ലേക്ക്, 3 to 4, 4ന്ന് 5ലേക്ക്, 4 to 5, 5ന്ന് 6ലേക്ക്, 5 to 6, 6ന്ന് 7ലേക്ക്. നോക്ക്, എല്ലാവർക്കും ഇമേജ് ഉണ്ട്. എല്ലാവർക്കും ഒരു ഇമേജ് അല്ലേ ഉള്ളൂ? 1ന് ഒറ്റുന്നുള്ളൂ, 2ന് ഒറ്റുന്നുള്ളൂ, 3ന് ഒറ്റുന്നുള്ളൂ, 4ന് ഒറ്റുന്നുള്ളൂ, 5ന് ഒറ്റുന്നുള്ളൂ, 6ന് ഒറ്റുന്നുള്ളൂ, 7ന് ഒറ്റുന്നുള്ളൂ. അച്ഛേ, 6ന് ഒറ്റുന്നുള്ളൂ, 5ന് ഒറ്റുന്നുള്ളൂ, 6ന് ഒറ്റുന്നുള്ളൂ. അല്ല, എല്ലാവർക്കും ഒരു ഇമേജ് ഉള്ളൂ. എല്ലാവർക്കും ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് പോലും 2 ഇമേജ് ഇല്ല. അപ്പോൾ അത് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. എ ടു ബി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു റിലേഷൻ എ ടു ബി ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ട്. അത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതൊരു ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ റിലേഷൻ ഫംഗ്ഷൻ ആണോ അല്ലയോ? ഓക്കെ, എ ടു ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം 1 2 3 4. ഫസ്റ്റ് എ ആണ് അല്ലെ? എ എന്ന് ബിയിലേക്കാണ്. അപ്പോൾ എയിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടോ നോക്കാം. 1ന് ഇമേജ് ഉണ്ടോ? 1 5, 1ന് ഇമേജ് ഉണ്ട്. 2 ഇമേജ് ഉണ്ടോ? 2ന് ഇമേജ് വരുന്നുണ്ട്. 3 ഇമേജ് വരുന്നുണ്ടോ? 3ക്ക് ഇമേജ് വരുന്നുണ്ട്. 4 ഇമേജ് വരുന്നുണ്ട്. ഓക്കെ,
ഇനി ആർക്കെങ്കിലും റിപ്പീറ്റ് ആയിട്ട് ഇമേജ് വരുന്നുണ്ടോ? 2ന് 9 വരുന്നുണ്ട്, 2ന് തന്നെ 2 1 വരുന്നുണ്ട് അല്ലെ. 2 9 2ന് 9ലേക്ക്, പിന്നെ 2ന് 1ലേക്കും, 2ന് തന്നെ 1ലേക്ക് വരുന്നുണ്ട്, 2ന് 2 ഇമേജ് വരുന്നുണ്ട്. അപ്പോൾ അത് ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ എപ്പോഴാണ് ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആവുക എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എപ്പോഴാ ഒരു റിലേഷൻ ഫംഗ്ഷനായിട്ട് മാറുക? ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം, ആൻഡ് എല്ലാവർക്കും ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ആവുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് ടെസ്റ്റ്, വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്, അങ്ങനത്തെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. 1 1 ഫംഗ്ഷൻ 1 2 അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. അതിന് പിന്നെ ഫംഗ്ഷൻ ആണോ എന്നറിയാൻ നമ്മളൊരു ടെസ്റ്റ് പഠിക്കുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ആ ഒരു ടെസ്റ്റ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അത് നമുക്ക് ആ വീഡിയോയിൽ എടുക്കാം. അപ്പം ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. ആൻഡ് അതോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കിട്ടണമെങ്കിൽ സൈലത്തിൻ്റെ മാത്സ് ഓപ്ഷണൽ പേപ്പറായിട്ട് എടുത്ത മക്കൾക്ക് ഡെയിലി ചാപ്റ്റർ വൈസ്, പീരീഡ് വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ചുരുങ്ങിയ ഒരു ഫീസേ നിങ്ങൾക്ക് ആകെ ഒരു വർഷത്തേക്ക് ലഭിക്കുന്നുള്ളൂ. ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പേഴ്സിൻ്റെ ട്യൂഷൻ അടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് മക്കൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ദാറ്റ്സ് ഓൾ. ബൈ.